നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റിന്റെ കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അധികൃതർ. മാർച്ച് 31 തൊഴിൽ പെർമിറ്റ് കാലാവധി അവസാനിച്ച പ്രവാസികൾക്കായിരിക്കും ഇത് ബാധകമായിരിക്കുക. കഴിഞ്ഞ ദിവസമാണ് തൊഴിൽ മന്ത്രാലയം പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റിന്റെ കാലാവധി സംബന്ധിച്ച അറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തിയത്. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച ആഘാതം മറികടക്കുന്നതിനുള്ള സഹായമെന്ന നിലയിലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. പുതിയ അറിയിപ്പ് പ്രകാരം മാർച്ച് 31 കാലാവധി അവസാനിക്കേണ്ടിയിരുന്ന തൊഴിൽ പെർമിറ്റുകൾക്ക് ഇനി ജൂൺ 30 വരെ കാലാവധി ഉണ്ടാകുന്നതായിരിക്കും. അതേസമയം രാജ്യത്ത് പൊതുമാപ്പ് കാലാവധി ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. തൊഴിൽ താമസ രേഖകളുമായി ബന്ധപ്പെട്ട് പിഴകൾ ഇല്ലാതെ ഒമാൻ വിടുന്നതിനുള്ള സമയപരിധി ദീർഘിപ്പിച്ചു. ജൂൺ 30 വരെ ഇവർക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കും. 2020 നവംബർ 15 മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന പ്രവാസി തൊഴിലാളികൾക്ക് ഫീസുകൾ പിഴകളുമില്ലാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊഴിൽ മന്ത്രാലയം അവസരം ഒരുക്കുകയായിരുന്നു. റെസിഡന്റ് കാർഡ്, പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞവർക്കാണ് ആനുകൂല്യം ഏർപ്പെടുത്തിയത്. തൊഴിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട ഫീസുകളും പിഴകളും ഒഴിവാക്കും. അതോടൊപ്പം തന്നെ ഒമാൻ സുൽത്താനേറ്റിന്റെ എയർലൈൻ സലാം എയർ ഇന്ത്യയിലെ 4 ഇടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ തുടങ്ങുന്നു. സലാലയിൽ കോഴിക്കോട് വരെയും മസ്കറ്റിൽ നിന്ന് ജയ്പൂർ, ലക്നൌ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുമാണ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനങ്ങൾ ഏപ്രിൽ 3 മുതൽ വെള്ളി, ഞായർ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. മസ്കറ്റിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള വിമാനങ്ങൾ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും നടത്തും. ലക്നൌവിലേക്ക് ദിവസേന 2 തവണ സർവീസ് ഉണ്ടാകും. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും തിരുവനന്തപുരത്തേക്കും സർവീസ് ഉണ്ടാകുന്നതാണ്. ഒമാനിലെ പ്രധാന എയർലൈൻസ് കമ്പനികളിലൊന്നായ സലാം എയറിന്റെ തിരുവനന്തപുരം മസ്കറ്റ് സർവീസ് ഏപ്രിൽ 2 മുതൽ ആരംഭിക്കും. മസ്കറ്റിൽ നിന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 3:50 തിരുവനന്തപുരത്തെത്തും. തിരികെ പുലർച്ചെ 4:35 പുറപ്പെട്ട് 6:50 മസ്കറ്റിലെത്തും. സലാം എയറിന്റെ വരവോടെ ഒമാനിൽ ജോലി ചെയ്യുന്ന കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളവർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ കഴിയും. വേനൽക്കാല ഷെഡ്യൂളിൽ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായി സർവീസ് തുടങ്ങുന്ന പുതിയ എയർലൈൻസ് ആണ് സലാം എയർ. ബാങ്കോക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സർവീസിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. പുതിയ സർവീസുകൾക്കൊപ്പം യാത്രക്കാരുടെ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.